അല്ല നോക്കൂ, അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം തുടർച്ചയായിട്ട് ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ഫാറൂഖ് കോളേജിൽ നിന്ന് പൈസ മേടിച്ച് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു. പുനരധിവസിപ്പിക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു ഇവരെ ഇവിടെ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ്. ഇതിൽ തന്നെ അപകടമായിട്ട് പ്രശ്നം, ഇവർ വളരെ പരിഭാവനവും ദിവ്യവുമാണെന്ന് പറയുന്ന വഖഫ്, അവരൊരിക്കലും ഒരു ഭൂമി വഖഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കണം എന്നുള്ള നിലപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതൊക്കെ ഭൂമി വഖഫാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, NCR ഡൽഹിയുടെ 77% വഖഫ് ഭൂമിയാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഇന്ത്യയുടെ സുപ്രീം കോടതി നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, ഇന്ത്യയുടെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, സെൻട്രൽ വിസ്ത നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണെന്നാണ്, ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്നാണ്, ബാംഗ്ലൂരിലെ റേസ് കോഴ്സ് വഖഫ് ഭൂമിയാണെന്നാണ്. ഇപ്പൊ പറയുന്നത് നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള 600 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. ഏറ്റവും വലിയ തമാശ, നമ്മുടെ അംബാനിയുടെ വീടില്ല അന്റീലിയ ബോംബെയിലെ, അതുവരെ വഖഫ് ഭൂമിയിലാണെന്നാണ് ഇവരുടെ വാദം. ഇവർ വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ഭൂമി മുഴുവൻ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിട്ട് വഖഫ് ബോർഡിന് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ആനന്ദ് രംഗനാഥന്റെ ഹിന്ദുസിൻ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് 3 കാര്യത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ എന്ന്. 1, ജനിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും മരിക്കും. 2, മരിക്കുന്നത് വരെ നികുതി അടക്കേണ്ടി വരും. 3, മരിക്കുന്നത് വരെ ഈ നികുതി അടച്ച് ജീവിക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു വഖഫ് ഭൂമിയിലൂടെ സഞ്ചരിച്ചിരിക്കും. ഇവിടെ ഈ കാണുന്ന ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് മുഴുവൻ തിരിച്ചു പിടിക്കണമെന്നുള്ള വാദം നിങ്ങൾ ഉപേക്ഷിക്കാതെ ഈ അന്യായമായിട്ട് ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാനുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, ഇത് ഇസ്ലാമിക നിയമത്തിന് പോലും വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വഖഫിന്റെ സങ്കല്പം വഖഫ് അലൽ ഔലാദ് എന്നാണ്. വഖഫ് അലൽ ഔലാദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള മുസ്ലിമിന് അയാൾക്ക് അർഹതപ്പെട്ട ഭൂമി മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ത്യയിലെ വഖഫ് നിയമത്തിൽ അങ്ങനെയല്ല. മുസ്ലിം അല്ലാത്ത ഒരാൾക്കും വഖഫ് ചെയ്യാം, ഒരാൾക്ക് തനിക്ക് അവകാശപ്പെടാത്ത ഭൂമി വഖഫ് ചെയ്യാം. വഖഫ് ബൈ അലൽ ഔലാദ് മാത്രമല്ല, വഖഫ് ബൈ യൂസർ. നിങ്ങൾ നിരന്തരമായിട്ടൊരു ഭൂമി ഉപയോഗിച്ചാൽ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് അതിനുമേൽ അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നല്ലോ സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്തു എന്ന്. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് പാട്ടത്തിന് കിട്ടിയ ഭൂമി എങ്ങനെ ഇയാൾ വഖഫ് ചെയ്യുന്നത്? പാട്ടഭൂമി ഇയാളുടെ സ്വന്തം ഭൂമിയല്ലല്ലോ. അപ്പൊ അവിടെ തന്നെ അർഹതപ്പെടാത്ത ഭൂമിയാണ്. അതല്ലെങ്കിൽ പിന്നെ 1947 രാജഭരണമൊക്കെ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് സിദ്ദിഖ് സേട്ടിന് ആധാരം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ അത് അദ്ദേഹം സ്വന്തമായിട്ട് ആ ഭൂമിയുടെ അവകാശം ഏറ്റെടുത്താണ്. അപ്പൊ അങ്ങനെ പോലും വഖഫ് ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ വഖഫ് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്തിമമാണ്. അങ്ങനെയുള്ള എല്ലാ വഖഫ് ഭൂമിയും ഞങ്ങൾ തിരിച്ചു പിടിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ ഭൂമിയില്ല. 38 ലക്ഷം ഏക്കർ ഭൂമിയൊക്കെ വഖഫ് ഭൂമിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ഞങ്ങൾക്ക് നാളെ വല്ലതും സംഭവിക്കും അതുകൂടെ പെട്ടെന്ന്? എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാലും നോക്കാം.